ഹായ് ഗൈസ്, യൂട്യൂബിലെ എല്ലാ ചാനലുകൾക്കും വേണ്ടി മൂന്നാറിലെ ടീ മ്യൂസിയം വിസിറ്റിംഗ് കണ്ടിട്ടുള്ളവർ കാണും, കാണാത്തവർക്ക് വേണ്ടി ഒരു ടീ മ്യൂസിയം വിസിറ്റിംഗ് ആദൂസ് വേൾഡിൻ്റെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഇതാണ് ചരിത്ര പുരാതനമായ ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് മൂന്നാറിൽ വന്നപ്പോൾ എടുത്ത ടീ ഫാക്ടറി. ഇതിപ്പോൾ മ്യൂസിയമാണ്, ടീ മ്യൂസിയം. അന്നത്തെ ആദ്യത്തെ ഫാക്ടറിയാണിത്. അന്ന് കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച കോട്ടേജാണിതെല്ലാം. ഇവിടെ ഒരുപാട് വണ്ടികൾ വന്ന് കിടപ്പുണ്ട്, ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട്. ഇതുണ്ടോ, ഇതെല്ലാം കരിങ്കല്ലിനകത്ത് പണിഞ്ഞതാണ്. പണ്ട് സിമെൻറ്റും കട്ടയൊന്നും ഇല്ലാത്ത സമയത്ത് കരിങ്കല്ലിൽ പണിഞ്ഞത് പുരാതനമായിട്ടുള്ള. അതിന്ന് ടീ മ്യൂസിയമായിട്ട് മാറിയേക്കുന്നു. ഇപ്പോഴാണ് കട്ടയൊക്കെ ആയിട്ട് പണിഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ ടാറ്റ എന്ന കമ്പനി, ടാറ്റ എസ്റ്റേറ്റ് എടുത്തേക്കുവാണ്, ലീസിന് എടുത്തേക്കുവാണ്. ഇതെല്ലാം ഇവിടെ വന്ന് വരുന്ന ഗസ്റ്റിനെ കൊണ്ടുവരുന്ന വണ്ടികളാണ്. ഇവിടെ ടാറ്റയുടെ കുറേ മ്യൂസിയവും ഹോസ്പിറ്റൽ, സ്കൂള് എല്ലാം ഉണ്ട്. ടാറ്റ എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ളത്. പണ്ട് ശ്രീലങ്കക്കാരെ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന് ഇവിടെ ട്രൈബൽസായിട്ട് താമസിപ്പിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ലയങ്ങൾ, ആ ലയങ്ങളിൽ ഉണ്ടായിട്ടുള്ള ടാറ്റ സ്കൂളും ഇതുമാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇതാണ് എൻട്രി, ടീ മ്യൂസിയത്തിൻ്റെ എൻട്രി. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടുന്ന് എൻട്രി ഫീസ് 150 രൂപ. അത് കൊടുത്തു കഴിഞ്ഞാൽ ഗസ്റ്റിനകത്ത് കയറി പർച്ചേസ് ചെയ്യാം. പിന്നെ എല്ലാം കുറേ ഷോ ഉണ്ട്, ഒരു അരമണിക്കൂർ ഷോ കാണിക്കും. അത് കഴിഞ്ഞിട്ട് പഴയ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടനാണ്. ഹായ്, ഈ ചേട്ടനാണ് ഇവിടുത്തെ സെക്യൂരിറ്റി. ഇതിനകത്തേക്ക് ബാക്കിയുള്ളത് ओके, इन्होंने परचेस करने के लिए परचेज, हाँ देखेंगे। അതെൻ്റെ ഒരു ഗസ്റ്റ് ഇടയ്ക്ക് വന്നതാണ്. ഞങ്ങൾക്ക് ഇവിടെ പ്രിവിലേജ് കാർഡുണ്ട്. ആ കാർഡ് കൊടുത്ത് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കിട്ടും. ആ കാർഡ് കൊണ്ടുപോയി പർച്ചേസ് ചെയ്താൽ അവർക്ക് ഡിസ്കൗണ്ട് കിട്ടും, നമുക്ക് പോയിൻ്റ് കിട്ടും. ഓക്കെ, നമുക്കപ്പോൾ ടീ മ്യൂസിയത്തിലേക്ക് കടക്കാം. ഓക്കെ, ഇതാണ് ആധുനിക കാലം തൊട്ട് ബ്രിട്ടീഷ് ആൾക്കാരിരുന്ന സമയം തൊട്ടുള്ള ടീ മ്യൂസിയം. പണ്ട് കാലത്ത് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ. ഇച്ചേട്ടായാണ് ഇവിടുത്തെ. അവർ യൂസ് ചെയ്തില്ല, നമ്മ ആൾക്കാർ യൂസ് ചെയ്ത്. അവർ തേയില കൊണ്ടുവന്നു.
ആ ഓക്കെ ചേട്ടൻ പറഞ്ഞത് അവര് ഇത് നമ്മ ആൾക്കാർ സോറി തെറ്റ് പറ്റിയ ഇവര് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ്. അവര് തേയിലയ്ക്ക് വേണ്ടി മാത്രം ഇവിടെ വന്നത്. തേയില അവർക്ക് വേണ്ടി അവർ തേയില കൊണ്ടുവന്ന് അവരും യൂസ് ചെയ്യാൻ വേണ്ടി തേയില അവർ കൊണ്ടുവന്നു. 1878 ഇത് ടാറ്റ ലീസിന് കൊടുത്തേക്കുന്നതാണ്. കണ്ണൻ ദേവനും റിപ്പിളും കൂടെ എടുത്തേക്കുവാണ്. ഓക്കെ, ഇതൊക്കെ അന്നത്തെ ആൾക്കാരാണ്, പണ്ടത്തെ ബ്രിട്ടീഷ് ഫാമിലി. ഇത് ഈ മുകളിൽ ഇരിക്കുന്നത് ഒറിജിനൽ മാനിൻ്റെ കൊമ്പുകളാണ്. അത് പോളിഷ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പണ്ടത്തെ റെയിൽവേ, അതായത് മൂന്നാറിൽ വർഷങ്ങൾക്ക് മുമ്പ് റെയിൽവേ ഉണ്ടായിരുന്നു. ആ റെയിൽവേയുടെ ചക്രങ്ങളാണ്. പക്ഷേ 1999 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 1999 അല്ല, പണ്ടത്തെ 1999 വെള്ളപ്പൊക്കത്തിൽ ഇത് നഷ്ടപ്പെട്ടു പോയി നമ്മുടെ റെയിൽവേ. ഇല്ലായിരുന്നെങ്കിൽ ഡാർജിലിംഗ്, നമ്മുടെ കുന്നൂർ, ഊട്ടി പോലുള്ള റെയിൽവേ നമ്മൾക്കിവിടെ കണ്ടേനെ. അതിൻ്റെ ചക്രങ്ങൾ ഇതാണ്. ആ റെയിൽവേയുടെ ഫോട്ടോ. ഇതൊക്കെ പണ്ട് വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയതാണ്. ഇതെല്ലാം മാനിൻ്റെ കൊമ്പ് അതേപോലെ എടുത്ത് സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് പണ്ട് കാലത്തെ കുതിരവണ്ടിയുടെ ചക്രങ്ങളാണ്. ഇതൊന്നും കൈകൊണ്ടൊന്നും എടുക്കാൻ പോലും പറ്റത്തില്ല, അത്രയ്ക്ക് ടണ്ണേജാണ്, വെയിറ്റ്. ഒറിജിനൽ പന്നിയുടെ സ്റ്റഫ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ്. ഇതാണ് ആദ്യമായിട്ട് ടീ ഫാക്ടറി ഉണ്ടായ സമയത്ത് ടീ പ്രോസസ്സിങ് മെഷീൻ. ഇപ്പോഴത്തെ അല്ല, പണ്ടത്തെ 1920 തൊട്ടുള്ള. ഹൈടെക് മെഷീൻ അന്നില്ല, അത് പക്ഷേ ഹെവി മെഷീനാണ്. അന്നൊക്കെ ഹാൻഡ് പവർ കൊണ്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളും. അപ്പോൾ എന്തോ വെയിറ്റ് ഉണ്ടായിരിക്കണം ഓരോ ആൾക്കാർക്ക്. വേണ്ടി ആ ചേട്ടൻ തള്ളി കാണിക്കുന്നുണ്ടോ? ഉണ്ടോ? ഹാൻഡ് യൂസിങ് അത്രയ്ക്ക് പവറായിരുന്നു അന്ന്. കിലോ ഉണ്ടല്ല, മാട്ടുപട്ടി. ആ, സെയിം അല്ലേ, ഇലക്ട്രിസിറ്റി. അത്രയ്ക്ക് പവറായിരുന്നു. ഇന്നലെ ഹൈടെക് ഒക്കെ വന്നിട്ടുള്ളൂ. ഇത് കാട്ടുപോത്ത്, ബഫല്ലോ. ഇതെല്ലാം റിയൽ ഹൈപ്പർ ചൂടിൽ ഇത് പ്രോസസ്സ് ചെയ്ത് ഇവിടേക്ക് എത്തിക്കും. ഇവിടെ നിന്നും മിഷൻ വഴി നേരെ ഇവിടുന്ന് കയറുന്നു. ഫസ്റ്റ് ഇവിടെ വന്ന സ്റ്റാർട്ടിങ്. ഈ ഇല ഇവിടുന്ന് ഇട്ട് നേരെ കയറുന്നു. ഇവിടുന്ന് പ്രോസസ്സിങ് ആരംഭിക്കും. ഈ പ്രോസസ്സിങ് ഇങ്ങനെ പോയി ഇത് സെക്കൻഡ് കിട്ടും, CTC സെക്കൻഡ്. ഇവിടുന്ന് വീണ്ടും പ്രോസസ്സ് വന്നിട്ട് തേർഡ്, പിന്നെ ഫോർത്ത്, നേരെ വന്ന് ഈ ബർണറിലോട്ട് തീരുന്നു. ഈ ബർണറിൽ കൂടെ വീണ്ടും ഹീറ്റായി ഇതിൽ നിന്നും മുകളിലോട്ട് കയറി ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, അങ്ങനെ നടന്ന് വീണ്ടും ഈ മെഷീനിൽ വരും. ഈ മെഷീനിൽ നിന്ന് വീണ്ടും ഒരുപാട് ഡിഗ്രി സെൽഷ്യസ് ചൂടിനകത്ത് വർക്ക് ചെയ്ത് ടീ
ഇവിടെ പ്രോസസ്സാകും. ഇവിടെ വരും. ആ ഇല വന്ന് വീഴുന്ന സ്ഥലമാണിത്. ഇവിടെ നിന്ന് ഈ ടീ എടുത്ത് പ്രോസസ്സിങ് ചെയ്യും. ഫസ്റ്റ് കോട്ടി, സെക്കൻഡ് കോട്ടി, തേർഡ് കോട്ടി ആയിട്ട് ഇവിടുന്ന് ഇവിടെ നമുക്ക് കാണാം തേയിലകളുടെ ക്വാളിറ്റികൾ. ഇതാണ് വൈറ്റ് ടീ. കിലോയ്ക്ക് 16,000 രൂപ മുകളിൽ വരുന്ന വൈറ്റ് ടീ ആണ്. ഇതെല്ലാം എക്സ്പോർട്ട് ക്വാളിറ്റി സാധനമാണ്. ഇതെല്ലാം കഴിഞ്ഞ് വരുന്ന ലാസ്റ്റ് വേസ്റ്റാണ് കേരളത്തിൽ എല്ലാം സപ്ലൈ ചെയ്യുന്നത് നമുക്ക്. ഇതൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ക്വാളിറ്റി, എക്സ്പോർട്ട് ക്വാളിറ്റിയാണ്. ഇനി നമുക്കൊരു പർച്ചേസിങ് ആയാലോ. ഇതാണ് റിപ്പിൾ ടീയുടെ ഔട്ട്ലെറ്റ്. നമുക്ക് ആൾക്കാർക്ക് ഇഷ്ടാനുസരണം സാധനങ്ങൾ മേടിക്കാം. ഇത് അഗർബത്തിയാണ്. ഇവർ നാച്ചുറലായിട്ട് ചെയ്യുന്ന അഗർബത്തിയാണ്. ഇതിനകത്ത് സിന്തറ്റിക്കായിട്ടൊന്നുമില്ല, അവർ നാച്ചുറലായിട്ട് ചെയ്യുന്നതാണ്. കാഷ്യൂ ആൻഡ് ബദാം, ഹണി. ഇതാ ഇലാച്ചി, നല്ല വിലയാണ്. ഇലാച്ചിക്കെല്ലാം നല്ല വിലയാണ്. ഇത് ചെറുതേൻ, മെഡിസിൻ ഏറ്റവും നല്ല ഇതാണ് മെഡിസിൻ. ചെറുതേൻ എന്ന് പറയും. വലിയതേൻ കിട്ടും, കാടിനകത്ത് കിട്ടും. ഇവിടെ വിൽക്കുന്ന ചെറുതേനാണ്, മെഡിസിനാണ്. ഇവിടെ സ്പെഷ്യൽ ഓഫറുണ്ട്. 5 എണ്ണം ഒരുമിച്ച് മേടിച്ച് കഴിഞ്ഞാൽ 840 രൂപയുടെ സാധനം 580 രൂപയ്ക്ക് 5 എണ്ണം. 5 ഇത് 5 അല്ലേ? 4 പാക്കറ്റ് അല്ലേ? എത്ര കിലോയുടെ? 2 കിലോയ്ക്ക് 2 കിലോയുടെ 4 പാക്കറ്റാണ് കിട്ടുന്നത്. 840 രൂപയ്ക്ക് 580 രൂപ കൊടുത്താൽ മതി. സ്പെഷ്യൽ ഓഫർ. ഇതൊക്കെ റിപ്പിളിൻ്റെ ഒറിജിനൽ തേയിലയാണ്. ഒറിജിനൽ എക്സ്പോർട്ട് ക്വാളിറ്റി സാധനങ്ങളാണ് ഇത് മുഴുവൻ. എല്ലാത്തിനും ഓഫറുണ്ട്.
ഇതിപ്പോൾ ഓപ്പൺ ചെയ്തതാണ്. ഒരു 1.5 വർഷത്തിനകത്ത് പുതിയ സ്റ്റാൾ ഇവിടെ ടീം മ്യൂസിയത്തിൽ ഓപ്പൺ ചെയ്തതാണ്. അവർ ടാറ്റയുടെ ആൾക്കാരെല്ലാം വന്ന് ഓപ്പൺ ചെയ്തതാണ്. നേരത്തെ ഇതിനകത്തില്ലായിരുന്നു, ഇതിനകത്തായിരുന്നു. ഇപ്പോൾ പുറത്തായിട്ട് ഒരു ഔട്ട്ലെറ്റ് അവർ തുടങ്ങിയതാണ്. ഇതിൻ്റെ ഒരു ഔട്ട്ലെറ്റാണ് നമ്മുടെ ഇരുമ്പ് പാലത്തിൻ്റെ അവിടെ കാണുന്നത്. ഇതൊക്കെയാണ് ഒറിജിനൽ കോഫി. ഇത് കോഫിയുടെ നമ്മുടെ സാധാരണ നാട്ടിൽ കിട്ടുന്ന പൗഡറല്ല, ഇതൊക്കെ എക്സ്പോർട്ട് ക്വാളിറ്റി സാധനമാണ്. UK യിലും US യിലും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ സാധനം കാണാം, എല്ലാം ഇവിടുന്ന് കയറി പോകുന്നത്. റിപ്പിൾ ഇതൊരു കോൺട്രാക്റ്റ് മാത്രമേ ഉള്ളൂ. ടാറ്റയുടെയാണ് ഈ ഫാക്ടറി മുഴുവൻ. ടാറ്റ ലീസിങ്ങിനടുത്താണ് റിപ്പിളും കണ്ണൻദേവനും കൂടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ടാറ്റ പൈക്കിംഗ് ആണ് മുഴുവനും. മുന്തിയ ഇനം തേയിലകളാണ് ഇവിടെ കിട്ടുന്നത്. ഏറ്റവും നല്ല തേയിലകൾ മാത്രമേ ഇവിടെ കിട്ടാറുള്ളൂ. വില കുറവുമാണ്. എല്ലാത്തിനും ഫ്രീ ഗിഫ്റ്റ് ഉണ്ട്. ഇനി ഒരു സ്പെഷ്യലായിട്ട് ഇതിലേക്ക് കിടക്കാം. ഇത് മൊത്തം ഓഫറാണ്. ഇത് വിദേശികൾ ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്ന സാധനങ്ങളാണിത്. വിദേശികൾക്ക് മാത്രമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന റോസ് ടീ, ആപ്പിൾ ടീ, ഇതൊക്കെ ഇവിടുത്തെ. ചേട്ടാ, വിദേശികൾ ഒരുപാട് ഇത് കൊണ്ടുപോകുന്നില്ലേ? വിദേശികളൊക്കെ ഒരുപാട് കൊണ്ടുപോകുന്നില്ലേ? ഓക്കെ ഓക്കെ. ലോകം മൊത്തം ഇങ്ങനെ കാണും. രണ്ട് മനുഷ്യൻ്റെ അപ്പുറം നീളമുള്ള ഭരണികൾ. ഇതെല്ലാം പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന സ്റ്റൂളുകൾ, അലമാരകൾ, ചെയറുകൾ, എണ്ണത്തോണി. അതായത് കുളിക്കാൻ വേണ്ടി നമ്മൾ ബാത്ത് ടബ് പണിയും. അന്ന് തടിയിലുണ്ടാക്കിയ ബാത്ത് ടബാണിത്. പണ്ടത്തെ അടുപ്പ്, ബ്രിട്ടീഷുകാർ യൂസ് ചെയ്തിരുന്ന അടുപ്പുകൾ. ഇനി നമുക്ക് ടീ പ്രോസസ്സിങ്ങിലോട്ട് പോയാലോ? ഒരു ചായ കുടിക്കുന്ന മലയാളികളാണ് നമ്മൾ. ആ ചായ എങ്ങനെ ഉണ്ടാകുന്നു, ആ ചായപ്പൊടി എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് ഇവിടെ നിന്ന് കാണുക. ഇതാണ് ടീ പ്രോസസ്സിംഗ് മെഷീൻ്റെ സ്റ്റാർട്ടിങ്. ടീ റോളറാണിത്. ഇതിനുള്ളിൽ തേയിലയുടെ ഇലകൾ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യും. ഈ മെഷീനിലാണ് ആദ്യം തേയില ഇല ഇടുന്നത്.
അതിൽ നിന്ന് നല്ല ഹൈപ്പർ ചൂടിൽ പണ്ട് കാലത്തെ റേഡിയോ, പഴയ ടെലഫോൺ, ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ, പണ്ടത്തെ ഇലക്ട്രോണിക് ടൈപ്പ് റൈറ്റർ, പണ്ട് കാലത്തെ. പണ്ട് ടെലഫോൺ എക്സ്ചേഞ്ചിൽ കോഡ് വന്നിട്ട് കോഡ് കുത്തി കൊടുക്കുന്ന സാധനം.